ഇതാണ് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ. ഇതാണ് ഇവിടുത്തെ ഒരു ഏകദേശ വ്യൂ. ഇതാണേ. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗാർഡൻ സെറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്കൂൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് തൊളിക്കോട് തേവമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്രിസ്തുവിരൻ സ്കൂളിലുള്ള ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തൈകളും കാര്യങ്ങളും നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിയതുണ്ട്. അതുകൂടാതെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത തൈകൾ നമ്മൾ കമ്പ് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിത് അടിപൊളിയായിട്ട് പൊടിപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ടാണ് ഇവിടെ കൊണ്ട് ഇങ്ങനെ വച്ചിരിക്കുന്നത്. അതായത് ഇതൊക്കെ നനച്ച് വെച്ചിരിക്കുന്നതെന്നുണ്ട്. ഇത് പൊടിപ്പിച്ചെടുക്കാനാണ്. പിന്നെ നമ്മൾ പൊടിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ എന്താണ് ചകിരിച്ചോറാണ് കേട്ടോ. വാങ്ങിയ ചകിരിച്ചോറാണ്, ഞാനും കൂടെയാണ് പോയിരുന്നത്. ചകിരിച്ചോറ്, പിന്നെ ഈ മണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചാണകപ്പൊടിയും നമ്മൾ കറുത്ത മണ്ണും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതും ഈ ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിനെ നമ്മൾ ഇനി അടുത്ത് ചട്ടികളിലേക്ക്, അതിപ്പോൾ ഗ്രോ ബാഗിലാണ് ഇതിനെ തൈ വേര് പിടിപ്പിക്കാൻ വേണ്ടി ഗ്രോ ബാഗിലാണ് കേട്ടോ എടുക്കുന്നത്. ഇതിനെ ഇങ്ങനെ ഗ്രോ ബാഗുകളിൽ ഇങ്ങനെ നിറച്ചതിന് ശേഷം ഇതെല്ലാം ഇത് ഇങ്ങനെ കുത്തിവയ്ക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് പൊടിപ്പ് വന്നിരിക്കുന്നതാണോ, ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊടിപ്പ് വരുത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വച്ചിരിക്കുന്നതാണ് കണ്ടോ. ഇതെല്ലാം പൊടിപ്പ് വരുത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് പ്രത്യേകം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതേപോലെ ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ വർക്ക് നടക്കുന്നതിൻ്റെ വീഡിയോസ് കാണിച്ചു തരുന്നതാണ് കേട്ടോ. എന്നാൽ ഇത് ഓരോന്നോരോന്നതാ ഇതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഇത് പൊടിച്ച് കിട്ടിയത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഗേറ്റിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് കാണുന്നതാണ് കേട്ടോ. ഇതാണ് വ്യൂ. ഗേറ്റിൽ നിന്ന് കയറുമ്പോൾ കാണുന്ന വ്യൂ ആണ്. അപ്പോൾ ഇനി നമ്മളിതാ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് ഇതാണ് സ്കൂളിൻ്റെ മൊത്തം വ്യൂ. അപ്പോൾ ഈ വ്യൂവിൽ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെവിടെയൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് കണ്ടോ, ഇത് ഓരോന്നോരോന്നും പൊടിപ്പിച്ചത് നമ്മുടെ ഇങ്ങനെ. ഇതിപ്പം ഇൻഡോർ പ്ലാന്റ് ആണ്. ഇപ്പോൾ ഈ പ്ലാന്റുകൾ ഇതേപോലെ ഓരോന്നോരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിസ്റ്റേഴ്സ് എല്ലാം അവിടെ ചേർന്ന് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ സൈഡൊക്കെ. ഇപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഓരോ ചെടികളും പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ. ഇതുപോലെ ഓരോ സൈഡിലായിട്ട് ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിലാണ് ഇപ്പോൾ ഇവിടെ ഇത് കണ്ടത്. ഈ കാണുന്നതൊക്കെ ഇപ്പം ചെയ്തിരിക്കുന്നതാണ്. ചെടികൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് സൈഡുകളിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ സെൻറ്റർ ഭാഗത്തുള്ളത് കാണിച്ചു തരാം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ചെടികൾ കുറേ ഉണ്ട്. നമ്മളിതാ ഈ കാണുന്ന ചെടികളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സൈഡിൽ അതായത് ബൊഗൈൻ വില്ലയൊക്കെ എന്ന് പൊടിപ്പിച്ച് വെച്ചിരിക്കുക. അതുകൂടാതെ ഇതൊക്കെ നേരത്തെ നിന്നതാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ റോസ കണ്ടോ. റോസകളൊക്കെ ഒരുപാട് ഇങ്ങനെ നട്ടെടുത്തിട്ടുണ്ട്. ഒരുപാട് റോസകൾ നട്ടെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് റോസയുടെ കളിയാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് മൊത്തത്തിൽ റോസ, ഒരുപാട് റോസയുണ്ട്. ഇതിനകത്ത് റോസ അതായത് തറയിൽ നട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു വെറൈറ്റി കാണിച്ചു തരാം. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി കാര്യങ്ങൾ കാണിച്ചു തരാം. പൂക്കളുണ്ട്. ഇത് കണ്ടോ റോസ. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാണിച്ചു തരേണ്ടത് ഇത് കണ്ടോ, ടയർ. ഇത് നമ്മൾ എടുത്ത ടയറാണ്. ടയർ എടുത്തിട്ട് അതിനെ പെയിൻറ്റ് ചെയ്ത് റോസയുടെ മൂട്ടിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, കണ്ടോ. സ്നേക്ക് പ്ലാന്റ് പൂത്തിരിക്കുന്നുണ്ടോ. അതാണ്ട് സ്നേക്ക് പ്ലാന്റ് പൂത്തിരിക്കുന്നതാണ്. അതുകൂടാതെ സ്നേക്ക് പ്ലാന്റിൽ ഓരോ മുട്ടയും വെച്ചിട്ടുണ്ട്. ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് മുട്ടത്തോട് കഴുകി വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്യാൻ കണക്കിന് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യുന്നത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ നിന്നതാണ് ഈ തെറ്റിയൊക്കെ അത് അവർ വെട്ടി ലെവൽ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, റോസ മുട്ട്. തെറ്റിയൊക്കെ അടിപൊളിയായിട്ട് പൂത്തിപ്പോണ്ട് കേട്ടോ. അതൊന്നും അവർ നശിപ്പിച്ചിട്ടില്ല. അതെല്ലാം അതുപോലെ തന്നെ അതിനെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ ചെടി ഇത് കണ്ടോ, പൂക്കൾ ഒരുപാട് പൂക്കുന്നതാണ്. ഇത് വെട്ടി ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അടുത്ത പൊടിപ്പ് വന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ 10 മണി എന്ന് പറയുന്ന ചെടിയാണ്.
ഇത് ഇതേപോലെ ഒരു അരിപ്പുള്ള ഒരു പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പൊടിപ്പിക്കാൻ വേണ്ടി കേട്ടോ. അതുകൂടാതെ നമ്മൾ ആ തറയിൽ ഇതിനി ഇത് വെച്ചിരിക്കുന്നത് ഇതേപോലെ പൊക്കപ്പുറത്ത് ആക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും, വീഡിയോ നമുക്ക് ചെയ്തു തരാം. ഇതാണ് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ. ഇതാണ് ഇവിടുത്തെ ഒരു ഏകദേശ വ്യൂ ഇതാണേ. പിന്നെ ആ ചെടിച്ചട്ടിയിൽ മൊത്തത്തിൽ ചെമ്പരത്തി നട്ടിട്ടുണ്ട് കേട്ടോ. പല വെറൈറ്റിയിലുള്ള ചെമ്പരത്തി. അത് നമ്മൾ പോകുമ്പോഴത്തേക്ക് പിന്നീട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ചെമ്പരത്തികളാണ്. ഇതാ പല മോഡലിലുള്ള ചെമ്പരത്തികളാണ്, പല കളറും പല വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തികളാണ് നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരി വച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പണികൾ തീർന്നിട്ടില്ല, പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ അല്ലാതെ എടുത്തതേ ഉള്ളൂ, മേക്കിംഗ് വീഡിയോ കേട്ടോ. അത് റോസയൊക്കെ ഇത് ചെടിച്ചട്ടി ഇത് വാങ്ങിച്ചിട്ട് ചെടിച്ചട്ടി നട്ടു വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ടോ. പിന്നെ ഇതോ നമ്മുടെ ബൊഗൈൻവില്ലയാണ് ഇതിൻ്റെ സെൻറ്ററിൽ വലിയ ചെടിച്ചട്ടിയിൽ നട്ടു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഇത് ഇവിടെ മൊത്തം റോസയാണ്. ഇതാ കണ്ടോ, ഫുള്ള് റോസയാണ്. റോസ പൂത്ത് വരുമ്പോഴത്തേക്ക് വേറെ ലെവലാവും കേട്ടോ. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ലെവലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഈ നട്ട് വച്ചിരിക്കുന്ന ചെടികളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റാറായിരിക്കുന്ന ചെടികളാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പൊടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് സൈഡിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഇത് പ്രത്യേകം ഇത് നട്ടിവിടെ നിർത്തിയിരിക്കുന്നതാണ്. ഇത് പൊടിപ്പ് വരാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പൊടിപ്പൊക്കെ ആയതിനു ശേഷം ഇതിൻ്റെ അടുത്ത് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് മാറ്റുവേ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്ത ചെടിച്ചട്ടികളൊക്കെ കൊണ്ടുവിടെ വച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ സിസ്റ്റേഴ്സുമാരും ഇവിടെ ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള കുറേ ചെടികളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള ഐറ്റംസാണ്. അതായത് കണ്ടോ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അറിയിക്കണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റംസാണ് കേട്ടോ. പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങൾ. ഇതൊക്കെ നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നതാണ്, അവർ സെറ്റ് ചെയ്തെടുത്തതാണ്. കുറേയൊക്കെ വാങ്ങിയത്. ഒരു സൈഡിലായിട്ട് കണ്ടോ, ഇത് നട്ട് നിർത്തിയിരിക്കുന്നതാണ്. വേര് പിടിപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം വേര് പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ്. കറ്റാർ വാഴ ഇങ്ങനെയുള്ള എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ. ഇത് വളരെ ഒരു കൂട്ടം സിസ്റ്റേഴ്സിൻ്റെ കഷ്ടപ്പാടാണ് അവർ ഈ സ്കൂളിന് വേണ്ടി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും ഒന്നും ചെയ്യാതിരുന്ന ഒരു ഗാർഡൻ അവരതിന് ഗാർഡൻ നല്ല ഹൈ ലെവലാക്കി എടുത്തുകൊണ്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഇനി ആയുർവേദം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പച്ചക്കറി കൃഷി ഇങ്ങനെയുള്ള എല്ലാം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോഴതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്ന ഗാർഡനാണ്. ഇതിനി ഈ ലെവലല്ല, ഇതിനിയും പണികളുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ വീഡിയോ ഒരെണ്ണം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.